വരുന്നതേ ഉള്ളൂ. ഇന്നത്തെ പ്രഭാതത്തിന് പതിവിലും ഭംഗിയുള്ളതായി അവൾക്ക് തോന്നി. വല്ലാത്തൊരു അനുഭൂതി തന്നെ പൊതിയുന്നത് പോലെ. പതിയെ എഴുന്നേറ്റ് ജനൽപ്പാടി തുറന്ന് പുറത്തേക്ക് നോക്കി. തണുത്ത കാറ്റ് വീശുന്നു. നീണ്ട മുടിയിഴകൾ കാറ്റിൽ പാറി നടക്കുന്നു. മഞ്ഞുകണങ്ങളാൽ ചുറ്റുമുള്ള കാഴ്ചകളൊന്നും വ്യക്തമല്ല. എങ്കിലും ദൂരെയുള്ള അമ്പലവും വരമ്പുമൊക്കെ ചെറുതായി കാണാം. കണ്ണുകൾ പായിച്ച് ചുറ്റും നോക്കി. മുറ്റത്തെ പൂന്തോട്ടവും ഊഞ്ഞാലും മാവും. പിന്നെ ശ്രദ്ധ പതിച്ചത് പടർത്തിയ മുല്ലവള്ളിയിലാണ്. മിഴികൾ തിളങ്ങി. കൈകൾ അറിയാതെ കവിളിലേക്ക് നീങ്ങി. ആദ്യമായി അവൻ എന്നെ ചുംബിച്ചത് ഈ മുല്ലവള്ളിയുടെ അടുത്ത് വെച്ചാണ്. പതിയെ അവളുടെ ചുണ്ടിലൊരു നാണം കലർന്ന പുഞ്ചിരി വിരിഞ്ഞു. ശ്വാസം നീട്ടിവലിച്ചു. ഇന്നത്തെ പുലരിക്ക് പതിവിലേറെ ഭംഗിയുള്ളതായി തനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അറിയില്ല. ഇന്ന് തൻ്റെ പ്രാണന് തന്നെ സ്വന്തമാക്കാൻ പോവുകയല്ലേ. അതാവാം. മിഴികൾ താഴ്ത്തി തൻ്റെ പ്രണയത്തെ അവൾ മനസ്സിലോർത്തു. മോളെ മോളെ വാതിൽ തുറന്നക്ക്. എഴുന്നേറ്റില്ല നീ. മോളെ ഗീതു. അമ്മയുടെ നീട്ടിയുള്ള വിളിയാണ് ഓർമ്മകളിൽ നിന്നും അവളെ ഉണർത്തിയത്. അഴിഞ്ഞു വീണ മുടി മാടിയൊതുക്കി ഓടിച്ചെന്നവൾ വാതിൽ തുറന്നു. നേരത്തെ ഒരു പുഞ്ചിരിയോടെ ജാനകി അമ്മ അവളെ നോക്കി. എന്താ ജാനുട്ടി, ചിരിക്ക് തീരെ വോൾട്ടേജ് പോരല്ലോ, എന്തുപറ്റി? ആ ചോദ്യം കേട്ടതും ജാനകി അവളെ വാടിയ മുഖത്തോടെ നോക്കി. ഇന്നും കൂടിയല്ലേ ഈ ജാനൂട്ടി എന്നുള്ള വിളി എനിക്ക് കേൾക്കാൻ പറ്റൂ. നീ പോയി കഴിഞ്ഞാൽ ഇനി ഇത് കേൾക്കാൻ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരുമല്ലോ. അത്രയും പറഞ്ഞപ്പോൾ തന്നെ കവളത്തുകൂടി കണ്ണുനീർ ഒലിച്ചിറങ്ങി. അത് കണ്ടപ്പോൾ ദേവുവിൻ്റെ ഉള്ളു പിടഞ്ഞെങ്കിലും അത് മറച്ചു വെച്ച് അവൾ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്താ അമ്മ ഇത്, ഇനി കരയല്ലേ? അമ്മയ്ക്ക് എന്നെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഓടി ഇഞ്ഞു വരില്ലേ? എൻ്റെ അമ്മക്കുട്ടി ഒന്ന് ചിരിച്ചേ. ചിരിക്കുന്നേ. ഇനി എൻ്റെ പിതാശ്രീ ഇത് കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ അത് മതി. പറഞ്ഞു തീരും മുന്നേ മാധവമേനോൻ പടി കയറി വന്നിരുന്നു. അമ്മയും മോളും ഇവിടെ കിന്നാരം പറഞ്ഞ് നിൽക്കാതെ എൻ്റെ ജാനു, നീ വേഗം താഴോട്ടിയല്ല. മോളെ, നീ വേഗം കുളിച്ചൊരുങ്ങി വാ, അമ്പലത്തിൽ പോണം. അച്ഛ, ഇപ്പം റെഡിയാവാം. അതും പറഞ്ഞ് ദേവു ഒരുങ്ങാൻ പോയി. കുളി കഴിഞ്ഞ് വന്ന് ഒരു മുണ്ടും നേരിയതും എടുത്ത് ഗീതു അമ്പലത്തിലേക്ക് പോയി. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും താൻ ഓടിയെത്തുന്നത് ഇങ്ങോട്ടേക്കാണ്. കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഇന്ന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഏതൊരു പെണ്ണിനെ പോലെയും പ്രണയിക്കുന്നയാളെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ സ്വന്തമാക്കാൻ പോവുകയാണ്. കൃഷ്ണ, പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. ഇന്നു മുതൽ എന്നെ അനുഗ്രഹിക്കണേ. തൊഴുതിറങ്ങി വേഗം വീട്ടിലെത്തിയപ്പോഴേക്കും പാർലറിൽ പോകാനുള്ള വണ്ടിയിൽ കയറി നേരത്തെ സ്ഥാനം പിടിച്ച് രണ്ടുപേരുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ഒപ്പം കയറി യാത്ര തിരിച്ചു. അവരൊക്കെ ആരാണെന്ന് നമുക്ക് വഴിയേ പറയാം. സർവാഭരണ വിഭൂഷിതയായി ചുവപ്പു നിറമുള്ള പട്ടുസാരി ഉടുത്തും നീണ്ട വിടർന്ന കണ്ണുകളിൽ കരിമഷി എഴുതി മുടികെട്ടി മുല്ലപ്പൂവ് ചൂടി മിതമായ മേക്കപ്പ് മാത്രം അണിഞ്ഞിട്ടും ഗീതു തടങ്ങി നിന്നും. ആരും കണ്ടാൽ നോക്കിപ്പോകും വിധം ഒരു കൊച്ചു രാജകുമാരിയെ പോലെ. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അവൾ കണ്ണാടിയിൽ നോക്കി. ഒരു പെൺകുട്ടി ഏറ്റവും സുന്ദരിയാവുന്നത് അതവളുടെ കല്യാണ ദിവസത്തിലാകുമെന്ന് ആരോ പറഞ്ഞത് അവൾ ഓർത്തു. നാണത്തിൽ കുതിർന്ന ഒരു ചിരി ചുണ്ടിൽ വിരിഞ്ഞു. എല്ലാം കഴിഞ്ഞ് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തിയതും പെണ്ണിനെ കാണാനായി എല്ലാവരും തിടുക്കം കൂട്ടി ഒരുങ്ങി വന്നു. പൂജാമുറിയിലെ കൃഷ്ണന്റെ മുന്നിൽ കണ്ണുകളടച്ച് അവൾ പ്രാർത്ഥിച്ചു. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും അങ്ങനെ മുതിർന്നവർക്കെല്ലാം ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി. ഒരുപാട് ദൂരമുള്ളതല്ലേ, സമയം വൈകണ്ട എന്ന് അമ്മാവൻ പറഞ്ഞതും എല്ലാവരും മണ്ഡപത്തിലേക്ക് പുറപ്പെട്ടു. അച്ഛനും അമ്മയ്ക്കും പകരം ഉറ്റ സുഹൃത്തുക്കളായ മഞ്ജു എന്ന മഞ്ജിമയും അനു എന്ന അനാമികയ്ക്കും ഒപ്പം ഗീതു കയറി. പാടവും ക്ഷേത്രാങ്കണവും കഴിഞ്ഞ് കാറ് മുന്നോട്ടു നീങ്ങി. ഒന്നുകൂടി മനസ്സുരുകി പ്രാർത്ഥിച്ച് അവൾ കൃഷ്ണന്റെ അനുഗ്രഹം വാങ്ങി. മൗനമായി മനസ്സിൽ പ്രാർത്ഥിച്ചു. ജീവിതത്തിൻ്റെ മറ്റൊരു പുതിയ വഴിത്താരയിലേക്ക് കാലം കാത്തുവെച്ച പരീക്ഷണങ്ങളിലേക്കുള്ള പുതിയ ആരംഭമാണെന്ന് അറിയാതെ. മഴയും കാറ്റും തകർന്നു പെയ്ത ഒരു രാത്രിയായിരുന്നു തലേന്ന്. അതുകൊണ്ട് തന്നെ കണ്ണു തുറന്നപ്പോൾ തന്നെ ചുറ്റും വല്ലാത്ത തണുപ്പ് തോന്നി. ഗീതു ഒന്നുകൂടി പുതപ്പിനടിയിലേക്ക് ചുരുണ്ടുകൂടി. അപ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. ഗീതു, എണ്ണിക്കുന്നുണ്ടോ? നീയാ? ഇതും കൂടി ചേർത്ത് എത്രാമത്തെ തവണയാണ് ഞാൻ ഈ പടി കയറി ഇറങ്ങുന്നത്? ജാനകി വീണ്ടും വിളിച്ചു. നീ ഇങ്ങ് മാറി നിൽക്ക്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് മാധവമേനോൻ അങ്ങോട്ട് വന്നു. ഓ വന്നോ അമ്മൂട്ടിയുടെ അച്ചുക്കുട്ടൻ, ഇനി നിങ്ങൾ കടന്ന് വിളിക്ക് പൊന്നുമോളെ എന്നും പറഞ്ഞ് ജാനകി അടുക്കളയിലേക്ക് പോയി. അമ്മൂട്ടി മോളെ
അച്ഛനെ വിളിക്കുന്നേ, എഴുന്നേറ്റേ വാ, സമയം എന്തായെന്ന് അറിയാമോ? അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ മടിച്ചാണെങ്കിലും ഗീതു എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. ഗുഡ് മോർണിംഗ് പിതാശ്രീ, നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ച് അവൾ പറഞ്ഞു. എന്താണ് ഡാഡി കൂൾ ഇത്ര ജാട? ഒരു സുപ്രഭാതം തായോ. കിട്ടുന്നതിനൊക്കെ പോയിക്കോ എന്ന് പറഞ്ഞ് മാധവൻ കയ്യൊങ്ങിയതും ഗീതു അടുക്കളയിലേക്ക് ഓടി. അവളെ കാത്ത് അവിടെ ആവി പറക്കുന്ന ചൂട് കട്ടൻ കാപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതൊരു കപ്പിലേക്ക് പകർന്ന് അവൾ ചുണ്ടോട് ചേർത്തു. എന്നിട്ട് അടുക്കള വാതിൽക്കൽ പോയി നിന്നു. നല്ല തണുപ്പുള്ള അന്തരീക്ഷം, ചൂടുള്ള കട്ടൻ കാപ്പി, പല്ലുപോലും തേക്കാതെ കുടിക്കുന്നു. ആഹാ അന്തസ്, സ്വയം പറഞ്ഞ് അവൾ ഊതിക്കുടിച്ചു. ഇങ്ങനെ അടുക്കളയിൽ കയറാതെ നടന്നോ? നാളെ വേറൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണാ. ആ വിചാരം വല്ലതും ഉണ്ടോ? ഇങ്ങനെ കളിച്ചു നടന്നിട്ട് കാര്യമൊന്നുമില്ല, ജാനകി ആശങ്കയോടെ പറഞ്ഞു. ഓ പിന്നെ, നീ നാളെ തന്നെ ഇവളെ കെട്ടിച്ചുവിടാൻ പോവല്ലേ? അതൊക്കെ അവൾ പഠിച്ചോളും അല്ലേ മോളെ? മാധവൻ പറഞ്ഞു. പിന്നെ അല്ലാതെ, ഇതൊക്കെ ഒരു കാര്യമാണ്. ഈ ജാനുട്ടിക്ക് ഈയിടെയായിട്ട് നല്ല മടിയുണ്ടച്ചേ. അതുകൊണ്ടാ നേരത്തെ 1 വീതം 3 നേരം മാത്രം ഈ ഡയലോഗ് കേട്ടാൽ മതിയായിരുന്നു. ഇപ്പം 3 വീതം 6 നേരമായി. ഗീതു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരി മാധവനിലേക്കും പകർന്നു. പൊടിയോടുന്ന്, എനിക്ക് മടിയോ? അപ്പം ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത് ആരാ? ജാനകി ഗീതുവിനെ നോക്കി ചോദിച്ചു. അത് അമ്മ തന്നെയാ. പക്ഷേ നാളെ ഞാൻ വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഈ വീട്ടിലെ പണി ആര് ചെയ്യും? അതുകൊണ്ട് എന്നെ ആശ്രയിക്കാതെ അമ്മ തനിയെ ചെയ്ത് പഠിക്കാൻ നോക്ക്. സ്വയം പര്യാപ്തത നേടും അമ്മേ എന്നും പറഞ്ഞ് ഗീതു മുറിയിലേക്ക് പോയി. പറഞ്ഞതെല്ലാം കേട്ട് ചട്ടുകവും പിടിച്ച് ജാനകി മുകളിലേക്ക് നോക്കി. ചോർച്ച വല്ലതുകൊണ്ടോടി? മാധവൻ കളിയാക്കി ചോദിച്ചു. ഇങ്ങനെ പോയ ചോരും. പൊന്നുമോള് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ, വല്ലവൻ്റെയും കൂടി ഇറങ്ങിപ്പോവെന്ന്. അതോർത്ത് നിന്ന് പോയതാ. ജാനകി ശബ്ദം കടുപ്പിച്ചു. നല്ലോണം കേട്ടു. ഇങ്ങൊരു പൊട്ടത്തി, കൊല്ലം കുറേ ആയില്ലേ എൻ്റെ കൂടെ ജീവിക്കുന്നു. അവൾ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അവൾ കല്യാണം കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ആയാൽ കൊള്ളാം. ജാനകി മുഖം തിരിച്ചു. ഗീതു, എവിടെയാ മോളെ? വാ, ദോശ കഴിക്കാം. വേണ്ടച്ചേ, അമ്പലത്തിൽ പോകണം. നാളെ ജോലിക്ക് പോയി തുടങ്ങണ്ടേ. ആദ്യ ദിവസമായിട്ട് രാവിലെ അമ്പലത്തിൽ പോകാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പോവാം എന്ന് വെച്ചു. മഞ്ജു അനുവുണ്ട്. ഗീതു ഉറക്കം വിളിച്ചു പറഞ്ഞു. ത്രിമൂർത്തികൾ ഒരുമിച്ചാണോ പോണേ? എങ്കിൽ പോയിട്ട് വാ. കുളി കഴിഞ്ഞ് ഈറനോടെ വന്ന് മഞ്ഞ നിറത്തിലുള്ളൊരു ധാവണി ചുറ്റി കണ്ണെഴുതി ഒരു കുഞ്ഞു പൊട്ടും തൊട്ട് മുടി കുളിപ്പിനിലിട്ട് ഗീതു കണ്ണാടിയിൽ നോക്കി. ആഹാ, എന്തൊരൈശ്വര്യം, ബ്യൂട്ടിഫുൾ, അവൾ സ്വയം പുകഴ്ത്തി. ഇങ്ങനെ എസ്പി അടിക്കുന്നത് ഞാൻ ആരാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? കൂടുതൽ തല പോയിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഞാനാണ് ഗീതിക മേനോൻ, എല്ലാവരുടെയും ഗീതു, അച്ഛൻ്റെയും അമ്മയുടെയും അമ്മു. ഇപ്പോൾ PG കഴിഞ്ഞു. എൻ്റെ അച്ഛൻ മിസ്റ്റർ മാധവ മേനോൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. എൻ്റെ മാത്രം അച്ചക്കുട്ടൻ. എൻ്റെ മാത്രം എന്ന് പറയുന്നത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. എൻ്റെ മാത്രം ആയോണ്ട ഞാൻ അങ്ങനെ പറഞ്ഞ് പുള്ളി അങ്ങനെ വിളിക്കാൻ വേറെ ആരുമില്ല. ഞാനേ ഒറ്റമോളാ. പിന്നെ എൻ്റെ അമ്മ ജാനകി, എൻ്റെ അച്ഛൻ്റെ ജാനൂട്ടി, ഒരു പാവ അമ്മ. പറഞ്ഞു സമയം വൈകി. ആ വാലുകൾ ഇന്നെന്നെ കൊല്ലും. വാലുകളെന്ന് പറഞ്ഞെന്ന് വെച്ച് ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് വാലൊന്നുമില്ല. ചെറുപ്പം മുതൽ കൂടെ കൂടിയ 2 എണ്ണം ഉണ്ട്. അവരെയാണ് ഞാൻ ഉദ്ദേശിച്ച്. അമ്പലത്തിലേക്ക് നടന്ന് വഴിയിലെത്തിയപ്പോൾ ദേ നിൽക്കുന്നു എൻ്റെ വാലുകൾ. എന്നെ കാത്തു നിൽക്കുന്ന മഞ്ജു അനുവും. കുട്ടിക്കാലം മുതലുള്ള ഗീതുവിൻ്റെ സുഹൃത്തുക്കളാണ് മഞ്ജു എന്ന മഞ്ജിമയും അനു എന്ന അനാമികയും. എവിടെയായിരുന്നു? എത്ര നേരമായി കാത്തു നിൽക്കുന്നു? മഞ്ജു അവളോട് ചൂടായി. എൻ്റെ കുഞ്ചുവേ, നീ കേൾക്കണം, ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായി. വേണ്ട, രാവിലെ നല്ല മഴയായിരുന്നു. എന്നത്തെയും പോലെ മഴയെ സ്നേഹിക്കുന്ന നീ പുതച്ചു മൂടി കിടന്നു, എണ്ണിക്കാൻ താമസിച്ചു, അതല്ലേ? മഞ്ജു ചോദിച്ചു. ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ മാനത്ത് കണ്ടോ? ഏതായാലും ചമ്മി. ഗീതു വിരല് കടിച്ചു. അവൾ ചോദിച്ചത് കേട്ടില്ലേ? നീ ഏത് ലോകത്താ? മറുപടി പറ, അനുവും ഗീതുവിനോട് ചോദിച്ചു. കേട്ടു. ഞാൻ പറയുന്നതിന് മുൻപേ അവളെ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഗീതു ഒരു കൂസലുമില്ലാണ്ട് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണല്ലേ സംഭവിച്ചത്? മഞ്ജു കണ്ണുരുട്ടി. വേറെന്ത് സംഭവിക്കാൻ എന്ന് പറഞ്ഞ് ഗീതു അവരെയും വിളിച്ച് നടന്നു. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു. ഈ അമ്പലത്തിൽ പൊക്കൊക്കെ കാണുമ്പോൾ ഞങ്ങൾ നല്ല കുട്ടികളാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അല്ല. നാളെ ഞങ്ങൾ 3 പേരും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവത്തെ സോപ്പിടാൻ പോവാം.
അങ്ങനെ കത്തിയടിച്ചും തമാശകൾ പറഞ്ഞും അവർ അമ്പലത്തിലെത്തി. മൂവരും കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അമ്പലക്കുളത്തിൽ പോവാണെന്ന് മഞ്ജുവും അനുവും പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് ഗീതു അവിടെ തന്നെ നിന്നു. ആ, നീ കുറച്ചുകൂടെ സോപ്പിട്, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അനുവും മഞ്ജുവും കുളത്തിലേക്കും നടന്നു. ഗീതു അമ്പലത്തിന് ചുറ്റും വലം വെച്ചു. വന്നപ്പോഴേക്കും കുളത്തിൽ പോയവരും തിരിച്ചെത്തി. പതിയെ അവർ വീടുകളിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഗീതു ഉണർന്നു. കുളിച്ച് റെഡിയായി ഒരു യെല്ലോ കളർ ഫോർമൽ ടോപ്പും ബ്ലൂ കളർ ജെഗിങ്സും ഇട്ട് മുടി ഫ്രണ്ട് ബ്രൈഡ് ചെയ്തിട്ട് കണ്ണെഴുതി ഒരു പൊട്ടും കുത്തി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്വയം വിലയിരുത്തി. വേഗം താഴേക്ക് ചെന്ന് ഭക്ഷണവും കഴിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി കൃഷ്ണന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചു. നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു. വഴിയിൽ ഗീതുവിനെയും കാത്ത് മഞ്ജുവും അനുവും ഉണ്ടായിരുന്നു. മൂവരും ഒരുമിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു. ബസ്സും കയറി സിറ്റിയിലിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നേരെ ഓഫീസിലേക്ക് ചെന്നു. AVM എന്ന കമ്പനിയുടെ മുന്നിലാണ് വണ്ടി ചെന്നത്. ചെന്നിറങ്ങിയപ്പോഴേ മൂവരും ചുറ്റും കണ്ണോടിച്ചു. ഒരു പടുകൂറ്റൻ ബിൽഡിങ്, വിശാലമായ പാർക്കിംഗ് ഏരിയ, ഒരു വലിയ ഗാർഡൻ. സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണെങ്കിലും സാധാരണ പോലെ ഒച്ചയും വണ്ടിയുടെ ബഹളവും പൊല്യൂഷനും ഒന്നുമില്ലാതെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരും വിധം വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് സമ്മാനിക്കുന്ന രീതിയിലുള്ള വിശാലമായ കമ്പനി. ഗീതുവിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. സിറ്റിക്കുള്ളിലുള്ള കമ്പനി എന്നറിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു അന്തരീക്ഷം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സമാധാനം അവൾക്ക് തോന്നി. ഒരു അധ്യാപകനായിരുന്ന മംഗലത്ത് വിശ്വനാഥൻ വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ജ്യേഷ്ഠൻ്റെയും കുടുംബത്തിൻ്റെയും മരണത്തിന് ശേഷമാണ് ബിസിനസ്സിലേക്ക് കാലുകുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും കഴിവും കൊണ്ട് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ തൻ്റേതായ ഒരു സ്ഥാനം ബിസിനസ് മേഖലയിൽ ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം മകനാണെന്ന് വിശ്വസിക്കുന്ന ഒരു പിതാവ് കൂടിയാണ് വിശ്വനാഥൻ. കമ്പനിയൊക്കെ കണ്ടിട്ട് നല്ല അന്തരീക്ഷം, പക്ഷെ ആകെപ്പാടെ ഒരു ഭയം. ഈ വിശ്വനാഥനാൾ ഇത്തിരി കണിശക്കാരനാണെന്നാണ് കേട്ടറിവ്. മഞ്ജു പറഞ്ഞു. ഇതേ കുഞ്ചു, മനുഷ്യൻ്റെ ഉള്ള കോൺഫിഡൻസ് കൂടി കളഞ്ഞു. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നീ ഒന്ന് വന്നേ. ഗീതു കണ്ണുരുട്ടി. ആണെന്നേ, ഇവക്കിത് മനസ്സിൽ വെച്ചാൽ പോരെ, ബാക്കിയുള്ളവരെ കൂടി പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിക്കോളും. അനു ഗീതുവിൻ്റെ കൂടെ കൂടി. ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതി പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ ഔട്ട്. നമ്മൾ എറണാകുളത്ത് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അറിഞ്ഞതാ, ഇനി ഞാൻ മിണ്ടണ്ടില്ല. മഞ്ജു കറിവിച്ചു. മിണ്ടാണ്ട് പാടി എന്നും പറഞ്ഞ് അവളെയും വലിച്ചുകൊണ്ട് അവർ അകത്തേക്ക് ചെന്നു. റിസപ്ഷനിലെ പെൺകുട്ടികളുടെ നിർദ്ദേശപ്രകാരം അവർ മുകളിലത്തെ നിലയിലേക്ക് ചെന്നു. വിശ്വനാഥൻ മംഗലത്ത് എന്ന ബോർഡിലേക്ക് അവർ നോക്കി. മൂവരും ഒരുമിച്ച് ഉമ്മിനിറക്കി. MDയുടെ മുറിയിലേക്ക് വിറച്ചുകൊണ്ടവർ മൂന്നും കാലെടുത്തു വെച്ചു. പക്ഷെ അവരുടെ ഉള്ളിൽ ഇതുവരെ ഉണ്ടായിരുന്ന പേടിക്കും ടെൻഷനും അതുവരെ ആയുസുണ്ടായിരുന്നുള്ളൂ. കാരണം ഹൃദ്യമായൊരു പുഞ്ചിരി ആ മുഖത്തുണ്ടായിരുന്നു. ഒരു ചിരിയോടുകൂടി തന്നെ അദ്ദേഹം അവരെ സ്വീകരിച്ചിരുത്തി. വളരെ വിനയമുള്ള ഒരു മനുഷ്യൻ, നല്ല പെരുമാറ്റം. മഞ്ജു പറഞ്ഞതെല്ലാം വെറും കേട്ടറിവുകൾ മാത്രമാണെന്ന് നിമിഷ നേരം കൊണ്ട് അവർ തിരിച്ചറിഞ്ഞു. അവരുടെ മുഖത്തെ ചെറിയൊരു പരിഭ്രമം തിരിച്ചറിഞ്ഞ് അദ്ദേഹം പ്രിയദർശിനി എന്ന അദ്ദേഹത്തിൻ്റെ PAയെ വിളിച്ചു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കിവിടെ എന്താവശ്യമുണ്ടെങ്കിലും പ്രിയയോട് പറയാം, അദ്ദേഹം പുഞ്ചിരിയോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പ്രിയയോടൊപ്പം പോയി. പ്രിയ അവർക്ക് അവരുടെ ജോലിയുടെ സ്വഭാവം വ്യക്തമാക്കി കൊടുത്തു. സിഇയുടെ കീഴിലാണ് അവർ വർക്ക് ചെയ്യേണ്ടതെന്നും മനസ്സിലായി. അദ്ദേഹം ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നും അറിയാൻ സാധിച്ചു. അങ്ങനെ പുതിയ ജോലിയും പുതിയ ആൾക്കാരുമായി നല്ല രീതിയിൽ പൊരുത്തപ്പെടാൻ മൂവർക്കും വേഗം സാധിച്ചു. പിന്നീട് വീട്ടിൽ വന്ന് അന്ന് നടന്ന വിശേഷങ്ങളൊക്കെ ഗീതു അച്ഛനോടും അമ്മയോടും പങ്കുവച്ചു. പുതിയ ജോലിയും അവിടുത്തെ അന്തരീക്ഷവും അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നത് മാധവനെയും ജാനകിയെയും ഏറെ സന്തോഷിപ്പിച്ചു. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഗീതു നിദ്രയെ പുൽകി. വരാൻ പോകുന്ന പരീക്ഷണങ്ങൾക്ക് മുന്നേയുള്ള ശാന്തതയാണ് ഇതെന്നറിയാതെ. കോടമഞ്ഞിൻ്റെ മൂടി മാറ്റി സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. പുൽനാമ്പുകളിലെ ജലകണങ്ങൾ ആ കിരണങ്ങളേറ്റ് കൂടുതൽ പ്രകാശിച്ചു. മംഗലത്ത് എന്നെഴുതിയ കൊട്ടാര സാദൃശ്യമായ വീടിൻ്റെ മുന്നിൽ അന്തരീക്ഷത്തിലാകെ പൊടിപടർത്തി ഓരോ പുൽനാമ്പുകളെയും തൻ്റെ വരവറിയിക്കും വിധം കുതിച്ചു പാഞ്ഞ് ഒരു ബ്ലാക്ക് റേഞ്ച് റോവർ എവാക്ക് വന്നിരുന്നു. മംഗലത്ത് വിശ്വനാഥൻ്റെയും പത്മിനിയുടെയും ഒറ്റ മകൻ, AVM ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പുതിയ ഉടയോൻ അർജുൻ വിശ്വനാഥൻ മംഗലത്ത് തറവാട്ടിൽ കാലുകുത്തി. 6 അടി പൊക്കം, വെളുത്ത നിറം,
വെൽ ബിൽറ്റഡ് ബോഡി, നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ കാറ്റിൽ പാറി നടക്കുന്നു. വെളുത്ത മുഖത്ത് ചെറുതായി ട്രിം ചെയ്ത് ഒതുക്കി നിർത്തിയിരിക്കുന്ന താടിയും മീശയും അവൻ്റെ മുഖത്തിൻ്റെ ഭംഗി കൂടും വിധമായിരുന്നു. കഴുത്തിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന സ്വർണമാലയുടെ അറ്റത്ത് തൂങ്ങിയാടുന്ന ലോക്കറ്റ് തിളങ്ങി നിൽക്കുന്നു. പുഞ്ചിരിക്കുമ്പോൾ കവിളിലെ നുണ തെളിയുന്നത് കാണാൻ പ്രത്യേക ചേലായിരുന്നു. മുഖത്ത് എപ്പോഴും മനോഹരമായ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ഇതായിരുന്നു അർജുൻ. MBA പഠനം പൂർത്തിയാക്കി അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്താൻ നടത്തുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ നായകൻ. വാതിൽ തുറന്നു വന്ന പത്മിനി മുൻപിൽ നിൽക്കുന്നയാളെ കണ്ട് ഞെട്ടി. വല്ലാത്തൊരു ആഹ്ലാദവും മനസ്സിൽ അലയടിക്കുന്ന സന്തോഷവും കണ്ണിലൊരു നനവുമായി ഉടനെ തന്നെ അർജുനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു. അർജുൻ്റെ കണ്ണുകളിലും ഒരു നനവ് പടർന്നിരുന്നു. 2 വർഷം കൂടിയാണ് അമ്മയും മകനും കണ്ടുമുട്ടുന്നത്. എന്താ അമ്മ ഇത്? ഐ ആം ബാക്ക്. ഇനി എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇനി അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോണില്ല. അടർന്നു മാറിയപ്പോഴും പത്മിയുടെ കണ്ണിലെ നനവ് കണ്ട് അർജുൻ പറഞ്ഞു, കരഞ്ഞതല്ല കണ്ണ, സന്തോഷം കൊണ്ടാ. നിന്നെ കണ്ടിട്ട് എത്ര നാളായി? പത്മിനി പരിഭവം പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടുനിന്ന് വിശ്വനാഥനെയും നോക്കി പുഞ്ചിരിച്ച് അച്ഛനും മകനും പരസ്പരം ആശ്ലേഷിച്ചു. ആ, നീ എത്തിയോ? യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. നീ നാളെ എത്തുകയുള്ളൂന്നല്ലേ പറഞ്ഞേ? എന്തേ നീ പറഞ്ഞില്ല ഇന്ന് പറഞ്ഞില്ല? ഇന്ന് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എയർപോർട്ടിലേക്ക് വണ്ടി അയക്കുമായിരുന്നല്ലോ, വിശ്വനാഥൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഇവമാർ വന്നത്? അർജുൻ സംശയത്തോട് ചോദിച്ചു. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ഞാൻ ആരെ അയച്ചു? വിശ്വനാഥൻ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ കാർത്തിക്കും അഭിജിത്തും കയറി വന്ന് ഹാജർ വെച്ചു. ഓഹോ, അപ്പോൾ ഇതിനു വേണ്ടിയാണല്ലേ ഇന്നലെ രാത്രി വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയത്? വിശ്വനാഥൻ കാര്യം മനസ്സിലാക്കിയതുപോലെ പറഞ്ഞു. ഇളിച്ചുകൊണ്ട് വന്ന കാർത്തിക്ക് അർജുനെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. പിന്നെ ആരെയും മൈൻഡ് ചെയ്യാതെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്ന് കാസറോളിൽ കൈയിട്ട് യുദ്ധം ആരംഭിച്ചു. ആ, ജീവിത ലക്ഷ്യം നടക്കട്ടെ രണ്ടിൻ്റെയും എന്ന് പറഞ്ഞ് വിശ്വനാഥൻ യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് പോയി. ഒപ്പം അർജുനോട് ഓഫീസിലേക്ക് വരുന്ന കാര്യം ഓർമ്മിപ്പിച്ചു. അങ്കിൾ ഒട്ടും പേടിക്കണ്ട, ഇവനെയും കൊണ്ട് കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. മറുപടി കൊടുത്തത് കാർത്തിയായിരുന്നു. ആഹാ, എനിക്ക് തൃപ്തിയായി എന്നും പറഞ്ഞ് വിശ്വനാഥൻ ഇറങ്ങി. അങ്കിളിൻ്റെ ആ സംസാരത്തിൽ ഒരു ആക്കൽ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അഭിജിത്ത് കാർത്തിയുടെ ചെവിയിൽ ചോദിച്ചു. എവിടെ? അതൊന്നും കേൾക്കാതെ പുള്ളി ഭക്ഷണകാര്യത്തിലെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടിനെയും നോക്കി ചിരിച്ചുകൊണ്ട് അർജുൻ റൂമിലേക്ക് പോയി. റെഡിയായി വന്ന് ഫുൾ ഫോർമലായിട്ടായിരുന്നു ഡ്രസ്സിങ്. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അർജുനെ കണ്ട് പത്മിനിയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. അത് കണ്ട കാർത്തി അവനെ അടിമുടിയൊന്ന് നോക്കി. വിദേശത്ത് പോയി വന്നപ്പോഴേക്കും ചെക്കനൊന്നൊരു മീനിങ്ങിയല്ലേ? വല്ല മൊഞ്ചത്തിമാരും മനസ്സിൽ കൂടി ഇരിപ്പുണ്ടാവോ? കൂട്ടത്തിൽ അർജുനോട്ട് താങ്ങാനും കാർത്തി മറന്നിട്ടില്ല. ഉണ്ടല്ലോ, ഒന്നല്ല കുറേ എണ്ണം ഉണ്ട്. എന്തേ? ഇറങ്ങി വന്ന ഉടനെ കാർത്തിക്ക് വിട്ട് വയറ്റിനിട്ട് ഒരു കൊടുത്തുകൊണ്ട് അർജുൻ പറഞ്ഞു. ഇടിക്കലടാ, നിന്നെപ്പോലെ ജിമ്മിൽ പോയി കിടന്നും രാവിലെ മുതൽ വൈകിട്ട് വരെ വർക്കൗട്ട് ചെയ്തും പ്രോട്ടീൻ പൗഡർ കുത്തിക്കയറ്റി ഉണ്ടാക്കിയ മസിലൊന്നും നമുക്കില്ല. അതുകൊണ്ടൊരു മയത്തിലൊക്കെ വേണം. നീ റെഡിയായില്ലേ? ഓഫീസിലേക്ക് ഇറങ്ങിയാലോ? കാർത്തി ചോദിച്ചു. ആടാ, ഇറങ്ങാം. നക്കിക്കൊണ്ടിരിക്കാതെ എണീറ്റ് പാടാ അഭി എന്ന് പറഞ്ഞ് കാർത്തി അഭിയെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. മൂവരും പത്മിനിയുടെ യാത്ര ചോദിച്ച് ഓഫീസിലേക്ക് തിരിച്ചു.